ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്ലിപ്പ് സ്റ്റോൺസ് ആണ്. ക്ലിപ്പ് സ്റ്റോൺസ് എങ്ങനെയാണ് ഒരു നൈലോൺ ത്രെഡിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും, പിന്നെ ഗോൾഡൻ ത്രെഡിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും. രണ്ട് ത്രെഡിൽ ഞാൻ ചെയ്തിട്ട് ഉള്ള ഡെമോ കാണിക്കുന്നത് ഫസ്റ്റ്. പിന്നെ നമ്മൾക്ക് അടുത്ത് ഇതിൽ എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. ഈ ക്ലിപ്പ് സ്റ്റോണിൻ്റെ രണ്ട് വശത്തും കിഴുത്തുണ്ട്. അതായത് ഇവിടെ ഒരു റൈറ്റും ലെഫ്റ്റിലും ഉണ്ട്, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് കിഴുത്തയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ത്രെഡ് നമുക്ക് പരിചയപ്പെടാം. ഇതാണെങ്കിൽ നൈലോൺ ത്രെഡാണ്. ഈ ത്രെഡിലാണ് ഞാൻ ഈ ക്ലിപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇത് ഔട്ട് സൈഡിൽ ഒന്നും ഏത് ത്രെഡുകളൊന്നും ഔട്ട് സൈഡിൽ കാണാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഗോൾഡൻ ത്രെഡ് കണ്ട് ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചാണ് ഇവിടെയൊക്കെ കുത്തി ഇതൊക്കെ കാണാൻ പറ്റും. ബെറ്റർ ഇതുപോലത്തെ നൈലോൺ ത്രെഡ് വെച്ചിട്ട് ക്ലിപ്പ് സ്റ്റോൺസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഗോൾഡൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റുമ്പോൾ അറിയണം. ഇതിനാണെങ്കിൽ 4 ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിനെ ഈ ഹോൾസിലേക്ക് ഈ നീഡിൽ കയറ്റും. നീഡിൽ നമ്പർ ഞാൻ എടുത്തേക്കുന്നത് 23 23 ആണ് നീഡിൽ നമ്പർ. എന്നിട്ട് ഈ ഹോൾസിനകത്തൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റോൺസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഇതിന് 4 അതായത് ഫ്രണ്ടും ബാക്കും എല്ലായിടത്തും അതിൻ്റെ ഓപ്പോസിറ്റ് എല്ലായിടത്തും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുക, വെക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കുത്തുക. ചെയിൻ സ്റ്റിച്ച് ആദ്യമേ ഒരു ലോക്ക് ഇടുക, അതിന് ശേഷം ഒരു ലോക്ക് കൂടെ ഇട്ട് നമ്മൾ സ്ട്രോങ് ആക്കണം. അപ്പം ഇത് മൂവ് ആവത്തില്ല. ഒരു ലോക്ക് കൂടെ ഇട്ടിട്ട് നമുക്ക് ലോക്കിട്ട് ഇപ്പം നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞ് ഇത് ത്രെഡിന് നമുക്ക് താഴെ കൂടെ വലിച്ച് എടുക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഫസ്റ്റ് ഈ ഓപ്പോസിറ്റുള്ള ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഹോളിൽ കൂടെ ഇനി അടുത്ത ത്രെഡ് എടുക്കാം. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഗോൾഡൻ ത്രെഡ് മുകളിലേക്ക് എടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഹോളിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഹോളിൽ കൂടെ നമ്മൾ പതുക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ത്രെഡിൽ നമ്മൾ ഈ നീഡിൽ കയറണം. എന്നിട്ട് പയ്യെ നമ്മൾ ഇങ്ങോട്ട് കണ്ടോ, ഈ ത്രെഡിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചെടുത്തതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഇതിനെ ലോക്ക് ചെയ്യുക. അടിയിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു, ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ലോക്ക് ചെയ്ത ശേഷം നോട്ടിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാം. ഉണ്ടോ? അപ്പം ഈ 2 ത്രെഡ് ഇങ്ങനെ വരില്ലേ, ഇതിന് നമുക്ക് താഴെ കൂടെ നീഡിൽ കയറ്റി നമുക്കിങ്ങനെ അടിയിൽ കൂടെ ത്രെഡ് ഇങ്ങനെ താഴേക്ക് വലിക്കാൻ പറ്റും. വേണ്ട, താഴെ കൂടെ ത്രെഡ് വലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ത്രെഡ് താഴെ കൂടെ എടുത്തു. അപ്പം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഈ 2 വശത്തും സ്ട്രോങ് ആയിട്ടുണ്ട്. 2 വശത്തും ഇളകി പോകത്ത് നല്ല സ്ട്രോങ് ആയിട്ട്. ഇത് നൈലോൺ ത്രെഡിൽ ചെയ്തേക്കുന്നത്. ഈ നൈലോൺ ത്രെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയ്ക്കകത്തിൽ. സോ ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് നൈലോൺ ത്രെഡ് ചെയ്ത് നിങ്ങൾ കാണിക്കാം കേട്ടോ. അതപ്പം നൈലോൺ ത്രെഡിൻ്റെ യൂസ് ചെയ്ത് നമ്മൾ ഏത് ത്രെഡ് വെച്ച് ത്രെഡൊന്നും മേളിലേക്ക് പൊങ്ങി വരികയോ കാണുകയോ ഒന്നും ചെയ്തില്ല. സോ ബെറ്റർ നൈലോൺ ത്രെഡ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ വേണ്ടി ഞാൻ ഗോൾഡൻ ത്രെഡ് യൂസ് ചെയ്തതേ ഉള്ളൂ. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഫ്ലവേഴ്സിനകത്തും അങ്ങനെ എന്താ പീക്കോക്കിൻ്റെ കണ്ണൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് വെക്കാൻ പറ്റും. സോ ബെറ്റർ ഒട്ടിക്കുന്നതിനേക്കാട്ടിലും നല്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ വീഡിയോ ഇതുകൊണ്ട് തീരുകയാണ്. സോ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ.